വിവോയുടെ വിവോ X200 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു മിനിറ്റ്, മികച്ച ഫീച്ചേഴ്സ് ഓക്കെ, പല മികച്ച ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ എല്ലാം അത്ര മികച്ച ഫീച്ചേഴ്സ് ആണോ? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ലാത്തതായിട്ടുള്ള ചില ഫീച്ചേഴ്സും ഇതിലില്ലേ? എന്തായാലും നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.31 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തതിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് തന്നെയാണ്. അപ്പം അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 1.5K റെസൊല്യൂഷൻ ഇതിൽ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 5000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇത് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് തന്നെ പറഞ്ഞൂടെ? ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോൺസിലും ഇതുപോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 6.31 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോൺ ഇത് മാത്രമല്ല ഉള്ളത്. ഇതിന് കോമ്പറ്റീഷനായിട്ട് OnePlusൻ്റെ 13S എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലും ഏകദേശം ഇതേ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ശരിയാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ വേണ്ടവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. സോണി IMX921 സെൻസറാണ്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.65 അപ്പേഴ്സിൽ വരുന്ന സോണി IMX882ൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വോയിസിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് ഇത്. ഇപ്പം OnePlus 13S ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. അതും ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വിവോയുടെ X സീരീസിൽ വരുന്ന ഫോണുകളിൽ പൊതുവെ വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പം ഇതിലും നമുക്ക് മികച്ചൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം കണ്ടിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നതായിരിക്കും. അത് ഞാൻ സമ്മതിക്കുന്നു. വളരെ മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ കണ്ടിട്ടുള്ള റിസൾട്ട്സും നല്ല റിസൾട്ട്സ് തന്നെയാണ്. അപ്പം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ വേണ്ടവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അത് പറയുമ്പോഴും ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണെന്ന് മാത്രമല്ല, ഇതിൽ ബാറ്ററിയും അത്യാവശ്യം നല്ല ബാറ്ററി വരുന്നുണ്ട്. 6500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പൊതുവേ സ്ക്രീൻ സൈസ് കുറഞ്ഞ ഫോണുകളിൽ മുമ്പുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കുറയും. പക്ഷേ ഇതിലങ്ങനെയല്ല. 6500 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാറ്ററി സെറ്റപ്പും വളരെ മികച്ചൊരു സെറ്റപ്പ് തന്നെയാണ്. അത് ശരിയാണ്, ഇതിൽ നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. എന്നാലും വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടൊന്നുമില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതൊരു വലിയ പ്രശ്നമായിട്ട് പറയുന്നൊന്നുമില്ല, എന്നാലും അതില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ എത്ര പേര് യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് 186 ഗ്രാമേ വരുന്നുള്ളൂ. ഇപ്പം ഇത്രയും ബാറ്ററി ഉണ്ടായിട്ടും ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ തിക്നെസ് 7.99 mm വരുന്നുള്ളൂ. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ IP6869 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇതൊക്കെ ഓക്കെ, പക്ഷേ ഇപ്പോഴും പറയാത്തൊരു കാര്യമുണ്ട്. മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പെർഫോമൻസ്, പ്രോസസ്സർ, ഈ കാര്യങ്ങളൊക്കെ. അതെന്താ പറയാത്തത്? ഓക്കെ, അതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് ഉണ്ട്. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. പിന്നെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്.
എക്സ്പാൻഡബിൾ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നതിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നില്ല. ഇവിടെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു നെഗറ്റീവ് വരുന്നത്. അപ്പം ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ല വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ OnePlus 13S എന്ന സ്മാർട്ട് ഫോണിനെ പറ്റി പറഞ്ഞു. അപ്പം അതിൽ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ല വരുന്നത്, ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല. കോമ്പറ്റീഷനിൽ വരുന്ന ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോസസ്സർ അത്ര മികച്ചതല്ല. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല പെർഫോമൻസ് കിട്ടേണ്ടതാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോസസ്സറും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlus 13S വരുന്നുണ്ട്. അത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ശരിയാണ്, അത് ഞാനും സമ്മതിക്കുന്നു. പെർഫോമൻസിൻ്റെയും പ്രോസസ്സറിൻ്റെയും കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് അല്ല. ഇനി ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 GB റാം 256 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 54,999 രൂപയാണ്. 16 GB റാം 512 GB ഇൻ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 59,999 രൂപയാണ്. ജൂലൈ 23 മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ടത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ OnePlus 13S ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷേ പ്രോസസ്സർ ബെസ്റ്റ് അല്ല എന്നേ ഉള്ളൂ. ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാറ്ററി ഫോക്കസ്ഡ് ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഇത്. ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.